ഇത് കണ്ടിട്ട് എല്ലാവരും ഇടിയപ്പമാണെന്ന് വിചാരിച്ചില്ലേ? ഇടിയപ്പം തന്നെയാണ്. ഇടിയപ്പം ചെയ്യുന്ന പോലെ ഞാൻ സേവയാണ് ഉണ്ടാക്കിയത്. സേവ എല്ലാവർക്കും അറിയാമായിരിക്കും, ട്രിവാൻഡ്രത്തൊക്കെ ഫേമസ് ആണ്, അറിയാത്തവരും ഉണ്ടാവാം. ഇടിയപ്പത്തിൻ്റെ പ്രോസസ്സിൽ കൂടി തന്നെ സേവ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. ഞാനിത് ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ എന്നെ കളിയാക്കും, ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് സേവയെന്ന് പറയണം. നമുക്ക് വീട്ടിലുള്ള സൗകര്യത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചില്ലേ, അതിലാണ് കേട്ടോ ചെയ്യണേ. വലിയ ഫങ്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ആ അച്ച് വാടകയ്ക്ക് എടുത്തിട്ട് സേവ പിഴിയുന്ന അതുപോലെ ചെയ്യാം. ഇതിപ്പോൾ ഉള്ള സൗകര്യത്തിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഇടിയപ്പം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ അതിൽ എണ്ണയോ നെയ്യോ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. റാഗിയുടെ പൊടി എടുത്തിട്ടുണ്ട്, അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും തനിയെ തനിയെ കുഴച്ച് കാണിക്കുന്നത്. റാഗിയുടെ പൊടി ഇതുപോലെ ലൂസായിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. ഞാൻ കാണിക്കുന്നുണ്ട്, കാരണം ഇത് വീണ്ടും ആവിയിൽ പുഴുങ്ങും നമ്മൾ. ഇത് സോഫ്റ്റായിട്ടിരിക്കാനാണ് ഇത്തിരി ലൂസായിട്ട് കുഴക്കണേ. ഇടിയപ്പം ആണെങ്കിൽ നമ്മൾ കുഴച്ചിട്ട് പിഴിഞ്ഞ് ആവിയിൽ വേവിച്ചെടുക്കും. സേവ അങ്ങനെയല്ല, കുഴച്ചെടുത്തിട്ട് വീണ്ടും ആവിയിൽ പുഴുങ്ങും. പുഴുങ്ങിയിട്ട് അതേ ചൂടിൽ തന്നെ നമ്മൾ അച്ചിലിട്ട് പിഴിഞ്ഞെടുക്കും. സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. എനിക്കിത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാനിത് കാണിക്കണു. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ടവൽ എന്തെങ്കിലും വെച്ചിട്ട് വേണം കേട്ടോ പിഴിയാൻ, അല്ലെങ്കിൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. കെയർഫുള്ളാവണേ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പുളിശ്ശേരിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ട്രിവാൻഡ്രത്തെ പുളിശ്ശേരി ഇത്തിരി പുളി കൂടുതലാണ്. നമുക്ക് വേണമെങ്കിൽ മാമ്പഴ പുളിശ്ശേരി എടുക്കാം കേട്ടോ. പിന്നെ ഇത് സേവയാണ് കുറച്ചും കൂടി എനിക്കിഷ്ടം. ഇടിയപ്പാകുമ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് ഒട്ടിപ്പോവും. പക്ഷേ സേവയാണെങ്കിൽ നല്ല ഉതിരായിട്ടിരിക്കും കേട്ടോ. അത് വെച്ച് നമുക്ക് ചൈനീസ് ഐറ്റം ആയ നൂഡിൽസൊക്കെ ഉണ്ടാക്കാം. അതുകൂടാതെ ചൗമീൻ എന്ന് പറയില്ലേ, സോസൊക്കെ ഉപയോഗിച്ച് അതും ചെയ്യാം. പിന്നെ നമ്മുടെ ഉപ്പുമാവ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തു വിടാനായിട്ട് വെജിറ്റബിളൊക്കെ ചേർത്ത് അതും ഉണ്ടാക്കാം കേട്ടോ. ഞാനിതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സേമിയ ഉപ്പുമാവൊക്കെ. പിന്നെ ഓണത്തിൻ്റെ വിഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച്. എല്ലാവരും ചെയ്യുന്നതാണെങ്കിലും ഓരോരുത്തരും ഓരോ രീതിയിൽ നാടിൻ്റെ ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതെല്ലാം പോയി കാണണേ, സപ്പോർട്ട് ചെയ്യണേ. സേവ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിന് ശർക്കര, നമ്മുടെ ഇതില്ലേ പൂർണ്ണം, അതായത് കൊഴുക്കട്ടയ്ക്കുള്ളിൽ വെക്കൂലേ തേങ്ങ ശർക്കരയും വിളയിച്ചത്, അത് ചേർത്ത് കഴിക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കാം. പുളിശ്ശേരി കൂടാതെ കേട്ടോ, ഇഷ്ടമുള്ളത് ചേർത്ത് നമുക്ക് കഴിക്കാം. പിന്നെ ഞാൻ ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഞാൻ ഓണസദ്യയുടെ വിഭവങ്ങൾ കാണിക്കുന്ന കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്. ഞാൻ 10 വർഷമായിട്ട് ചെയ്തിരുന്നതാണ്. അത് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ അത് നല്ലൊരു സഹായമാകും. ആവശ്യമുള്ളവർക്ക് അതൊരു വരുമാന മാർഗ്ഗമാക്കാം. പിന്നെ വിദേശത്ത് ഉള്ള പല കൺട്രീസിലും ഞാനത് കൊടുത്തു വിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ചാനൽ റീച്ചിന് വേണ്ടി പറയണതല്ല, എൻ്റെ ഒരു പ്രോമിസാണ്.